ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എജുപോട്ട്. മക്കളെ, CM കിഡ്സ് എക്സാമിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടാകും. ഏകദേശം ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതിൽ ഡെസിമൽ ഫോംസ് എന്ന് പറയുന്ന ദശാംശ രൂപങ്ങൾ എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്ററിൽ നമ്മൾ ഡെസിമൽ സംഖ്യകൾ, ദശാംശ സംഖ്യകളെ കൂട്ടാനും കുറക്കാനും മൾട്ടിപ്ലൈ ചെയ്യാനും ഡിവൈഡ് ചെയ്യാനൊക്കെ പഠിക്കുന്നുണ്ട്. അവിടെ ഡിവിഷൻ കുറച്ച് ഡിഫിക്കൽട്ട് ആകുന്നുണ്ട് എന്ന് കുറച്ച് കുട്ടികൾ പറഞ്ഞു. അതുകൊണ്ടാണ് ഇന്ന് സാർ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അഥവാ ഇവിടെ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡെസിമൽസിൻ്റെ ഡിവിഷനാണ്, ദശാംശ സംഖ്യകളുടെ ഹരണമാണ്. ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിൽ, മത്സര പരീക്ഷയിൽ നമ്മളോട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാം. ഓക്കെ, ശ്രദ്ധിച്ചോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 6.25 by 2.5 അല്ലേ? ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ മക്കൾ എന്താ ചെയ്യേണ്ടത് അറിയോ? ശ്രദ്ധിച്ചോട്ടോ. ആദ്യം തന്നെ ഇതിൽ പോയിന്റ് ഇല്ല എന്നങ്ങോട്ട് വിചാരിക്കുക. പോയിന്റ് ഇല്ല എന്ന് വിചാരിച്ചോ, പോയിന്റ് ഇല്ലാണ്ട് ഡിവൈഡ് ചെയ്യുക. നോക്കിക്കോ, ഞാൻ പോയിന്റ് ഇല്ലാണ്ട് ഡിവൈഡ് ചെയ്യാണ്. 625 ഡിവൈഡഡ് ബൈ 25. എന്താ എനിക്ക് ആൻസർ കിട്ടുക? 62 എനിക്ക് പറയാം 2 പ്രാവശ്യം 25 ഉണ്ടാകും അല്ലേ? 2 25 50. ആൻഡ് ബാക്കി എത്ര ഉണ്ടാവുക? 12. 125 എത്ര 25 ഉണ്ടാവും? നമുക്കറിയാം 4 25 എന്ന് പറഞ്ഞാൽ 100 ആണ്. അങ്ങനെയാണെങ്കിൽ 5 25 125. 5 25 125. ദാറ്റ് മീൻസ് ആൻസർ എനിക്ക് കിട്ടി 25. ശ്രദ്ധിച്ചോ, ആൻസർ എനിക്ക് കിട്ടി 25. അപ്പോൾ ആൻസർ 25 ആണോ? അല്ല, നമ്മൾ പോയിന്റ് ഒഴിവാക്കിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ചെയ്യുന്ന കാര്യം, സാർ ചെയ്യുന്ന കാര്യം നന്നായി നോക്കിക്കോ. ഞാൻ ഇവിടെ നോക്കുകയാണ്, മുകളിൽ ഡെസിമൽ കഴിഞ്ഞിട്ട് എത്ര സംഖ്യയുണ്ട്, പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സംഖ്യയുണ്ട്. ഞാൻ നോക്കി, മുകളിൽ പോയിന്റ് കഴിഞ്ഞിട്ട് 2 സംഖ്യയുണ്ട്. അടുത്തത് നോക്കുകയാണ്, താഴെ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സംഖ്യയുണ്ട്, താഴെ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സംഖ്യയുണ്ട്, 1 സംഖ്യയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ കുറക്കുകയാണ്, മുകളിൽ നിന്നും താഴോട്ട് കുറക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, എന്താ ചെയ്യുന്നത്? മുകളിൽ നിന്നും താഴോട്ട് കുറക്കുന്നു. 2 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. അപ്പോൾ ആൻസർ എത്രയാണോ കിട്ടുന്നത്, അത്ര സംഖ്യ മാറ്റി പോയിന്റ് ഇട്ടാൽ മതി. വിച്ച് മീൻസ് 1 അല്ലേ ആൻസർ കിട്ടിയത്. അപ്പം എന്ത് ചെയ്താൽ മതി? 1 സംഖ്യ കഴിഞ്ഞ് പോയിന്റ് ഇട്ടാൽ മതി. സോ ദ ആൻസർ വിൽ ബി 2.5. നന്നായി ശ്രദ്ധിക്കുക. പോയിന്റ് ഇല്ലാതെ ഡിവൈഡ് ചെയ്തു, ആൻസർ എഴുതി. മുകളിൽ എത്ര പോയിന്റ് ഉണ്ട്, താഴെ പോയിന്റിന് ശേഷം എത്ര സംഖ്യ ഉണ്ട്, മുകളിൽ നിന്നുള്ള വാല്യൂ മൈനസ് താഴത്തെ വാല്യൂ. ആൻസർ കിട്ടിയത് 1 അല്ലേ? അപ്പം ആൻസർ 1 കിട്ടിയാൽ 1 സംഖ്യ കഴിഞ്ഞിട്ട് എന്ത് ഇടുക, ഡോട്ട് ഇടുക. കൺഫ്യൂഷൻ ഉണ്ടോ? എന്നാൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം. ഇതേ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നു. എന്താണെന്നത്? 0.006 by 0.03 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ഡിവൈഡ് ചെയ്യാണ്. 6/3 അല്ലേ? പോയിന്റ് ഒഴിവാക്കിയാൽ അതിൽ 6ഉം 3ഉം അല്ലേ ഉള്ളൂ. 6/3 ചെയ്യാൻ നമുക്ക് വലിയ ആൻസറിനൊന്നും ആവശ്യമില്ല അല്ലേ? എത്രയാ? 2 ആണ് ആൻസർ കിട്ടുക. വലിയ മാത്തമാറ്റിക്കൽ സ്കില്ലില്ലെങ്കിലും നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താം. 2 3 6 അപ്പോൾ ഞാൻ ആൻസർ എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 എന്ന് എഴുതി. 2 എന്ന് എനിക്ക് ആൻസർ കിട്ടി. ഇനി ഞാൻ നോക്കുകയാണ്, മുകളിൽ എത്ര സംഖ്യയുണ്ട്, പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സംഖ്യയുണ്ട് നോക്കണം. 1 2 3. പ്രത്യേകം ശ്രദ്ധിക്കണം, മുകളിൽ പോയിന്റ് കഴിഞ്ഞിട്ട് 0 എടുക്കരുത്. നിങ്ങൾ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടാവും, അവസാനം വരുന്ന 0 ആണ് എടുക്കാൻ പറ്റാത്തത്. ഇടയുള്ള 0 നിങ്ങൾ ഒഴിവാക്കരുത്. അപ്പോൾ ഞാൻ എടുത്തു, മുകളിൽ എത്ര പോയിന്റ് ഉണ്ട്, പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ആളുണ്ട്? 3. താഴെയോ? പോയിന്റ് കഴിഞ്ഞിട്ട് 2 ആൾ. അപ്പോൾ എനിക്ക് കുറക്കാം. എത്രയാണ് കുറക്കേണ്ടത്? മുകളിലത്തത് വാല്യൂ മൈനസ് താഴത്തെ വാല്യൂ. ദാറ്റ് ഈസ് 3 - 2 = 1 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ 1 എന്ന് കിട്ടിയാൽ എന്താ ചെയ്യേണ്ടത്? 1 സംഖ്യ കഴിഞ്ഞിട്ട് വേണം പോയിന്റ് മാറ്റിയിടാൻ. അപ്പോൾ ഞാൻ 1 സംഖ്യ കഴിഞ്ഞിട്ട് പോയിന്റ് മാറ്റിയിട്ടു. ദാറ്റ് ഈസ് വാല്യൂ വിൽ ബി 0.2. ആൻസർ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 0.2 ആയിരിക്കും. അപ്പോൾ സാറേ, എപ്പോഴും ഇങ്ങനെ തന്നെയാണോ ഉണ്ടാവുക? അല്ല, മാറ്റമുണ്ടാവാം. ചോദ്യം നോക്കിക്കോ, നമുക്കിവിടെ തന്നു 0.008 by 0.002. പോയിന്റ് ഇല്ലാണ്ട് ഡിവൈഡ് ചെയ്യുക. അത് തന്നെയാണ് എല്ലാ സ്ഥലത്തും ഫസ്റ്റ് സ്റ്റെപ്പ്. 8 ഡിവൈഡഡ് ബൈ 2 എത്രയുടെ കിട്ടുക ആൻസർ? ദാറ്റ് ഈസ് ഈക്വൽ ടു 4. അപ്പോൾ ഞാനിവിടെ ആൻസർ എടുത്ത ഇതാണ് 4. ഇനി ഇവിടെ ശ്രദ്ധിച്ചോട്ടോ, 1 2 3. മുകളിൽ എത്ര സംഖ്യയുണ്ട്? 3. താഴെ എത്ര സംഖ്യയുണ്ട്? 3. അപ്പം മുകളിലത്തത് മൈനസ് താഴത്തത് ചെയ്യുന്നു. 3 - 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. നേരത്തെ സാറേ 1 കിട്ടിയതുകൊണ്ട് ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് മാറ്റിയിട്ടതായിരുന്നു അല്ലേ? കിട്ടിയ വാല്യൂ പോസിറ്റീവ് ആയിരുന്നു. ഇവിടെയും 1 ആണ് കിട്ടിയിരുന്നത്. പക്ഷെ ഇവിടെ 0 ആണല്ലോ കിട്ടിയത്. അപ്പം എന്ത് ചെയ്യണം? 0 കിട്ടിയാൽ ഒന്നും ചെയ്യണ്ട, കിട്ടിയ ആൻസർ തന്നെ ആൻസർ. 0 കിട്ടിയാൽ ഒന്നും ചെയ്യണ്ട, കിട്ടിയ ആൻസർ തന്നെയാണ് ആൻസർ. അപ്പോൾ ഒരു എക്സാമ്പിൾ കൂടി വേണമെങ്കിൽ ചെയ്യാം. ഞാൻ ഇതാണ് 0.24 ഡിവൈഡഡ് ബൈ 0.06 എന്ന് ഞാൻ എഴുതാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യണം? നമ്മൾ സോൾവ് ചെയ്യുന്നത് വളരെ സിമ്പിളാണ് അല്ലേ? ഇതില്ലാണ്ട് സോൾവ് ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? 24/6. ആൻസർ എത്ര കിട്ടുക? 4 എന്ന് കിട്ടും. അപ്പോൾ ഞാൻ ആൻസർ എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 4.
എന്നിട്ട് ഞാൻ നോക്കുകയാണ് മുകളിൽ എത്ര പോയിന്റ് ഉണ്ട് 2, താഴെയോ 2, 2 - 2 പറഞ്ഞാൽ 0. അപ്പോൾ വാല്യൂ മാറ്റി എഴുതണ്ട, ആൻസർ വിൽ ബി 4. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ മുകളിലും താഴെയുള്ള പോയിന്റിന് ശേഷമുള്ള സംഖ്യകൾ സെയിം ആണെങ്കിൽ എന്ത് ചെയ്യേണ്ട, കിട്ടിയ വാല്യൂമേൽ ഒരു മാറ്റവും വരുത്തേണ്ട, ആൻസർ അതേ വാല്യൂ തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ സാറേ ഇങ്ങനെയും ഒരു കണ്ടീഷൻ വന്നൂടെ? അടുത്തൊരു ചോദ്യം ശ്രദ്ധിച്ചോ, അടുത്ത ചോദ്യം വന്നിരിക്കുന്നു 24.6/0.004. അപ്പോൾ ഞാൻ ചെയ്ത് നോക്കാണ്, സംഖ്യ എന്താ ചെയ്യേണ്ടത്? ആദ്യം പോയിന്റ് ഇല്ലാണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 256/4. അപ്പോൾ എന്ത് വരുന്നു? 6 4 24 അല്ലേ? 1 റിമൈൻഡർ വന്നാൽ 16, 16 എത്രയാ? 4. അപ്പോൾ എനിക്ക് ആൻസർ കിട്ടി 64 എന്ന് കിട്ടി, 64 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഞാൻ നോക്കുകയാണ്, ശ്രദ്ധിച്ചോ, മുകളിൽ എത്ര പോയിന്റ് ആയിട്ട് എത്ര സംഖ്യ ഉണ്ട്? 1. താഴെ പോയിന്റ് ആയിട്ട് എത്ര സംഖ്യ ഉണ്ട്? മുകളിൽ 1 ആണ്, താഴെ എത്ര ഉണ്ട്? 3. അപ്പോൾ മുകളിലത്തെ മൈനസ് താഴത്തെ പോയിന്റ് കുറച്ചാൽ എത്ര കിട്ടുക? 1 - 3 = -2. സാറേ ഇവിടെ മൈനസ് വന്നല്ലോ. മൈനസ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? പ്രത്യേകം ശ്രദ്ധിച്ചോ, മൈനസ് വന്നാലുണ്ടല്ലോ, എത്രയാണോ മൈനസ് വന്നത് അത്ര 0 ഇട്ട് കൊടുത്താൽ മതി. ആൻസറിൽ എത്ര മൈനസ് വന്നോ അത്ര 0 ഇട്ട് കൊടുക്കുക. -2 എന്നല്ലേ വന്നത്, അപ്പം എന്ത് ചെയ്യുക? 2 0 ഇങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കുക. സോ ആൻസർ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 6400 ആയിരിക്കും. എന്താ പറഞ്ഞത്? മൈനസ് എത്രയാണോ വന്നത് അത്രയും 0 അപ്പുറത്തേക്ക് ഇട്ട് കൊടുക്കുക. പോയിന്റ് നമ്മൾ ഇപ്പുറത്തേക്കല്ലേ എടുത്തത്. അപ്പം ആൻസർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 6400 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നോക്കടാ, ഇതും കൂടി ചെയ്ത് നോക്കാം. 102.4/0.002. അപ്പം ഞാനിത് ചെയ്ത് നോക്കാണ്, 1024/2. അപ്പോൾ 5 2 10, ദെൻ 1 2 2, ദെൻ 2 2 4. ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും 512 എന്ന് കിട്ടും. 512. ഇനി ഞാൻ നോക്കുകയാണ്, മുകളിൽ എത്ര പോയിന്റ് ഉണ്ട്? ഒരു പോയിന്റേ ഉള്ളൂ. താഴെ എത്ര പോയിന്റ് ഉണ്ട്? 1 2 3, 3 പോയിന്റുകളുണ്ട്. ഞാൻ മൈനസ് ചെയ്താൽ എന്താ വരിക? മുകളിലത്തെ മൈനസ് താഴത്തെ വാല്യൂ 1 - 3 = -2. ഇത് മാറിപ്പോരുത് കേട്ടോ. 1 - 3 = -2. -2 എന്നാൽ എത്ര 0 ഇട്ട് കൊടുക്കണം? 2 0 ഇട്ട് കൊടുക്കണം. സോ ദ ആൻസർ വിൽ ബി 51,200. അപ്പോൾ 3 0 വന്നാലോ, -3 വന്നാലോ 3 0 ഇട്ട് കൊടുക്കണം, -1 വന്നാലോ 1 0 ഇട്ട് കൊടുക്കണം. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ആൻസർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അപ്ലിക്കേഷൻ ലെവൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക? നോക്കിക്കോ, 7.5 kilograms ഓഫ് ഷുഗർ വാസ് പാക്ഡ് ഇൻ 0.25 kilogram പാക്കറ്റ്സ്. ഹൗ മെനി പാക്കറ്റ്സ് ആർ ദർ? 7 കിലോഗ്രാം പഞ്ചസാര 0.25 കിലോഗ്രാം വീതമുള്ള പാക്കറ്റുകളാക്കിയാൽ അതിൽ എത്ര പാക്കറ്റ് ഉണ്ട് എന്ന് കണ്ടെത്തും. വളരെ സിമ്പിൾ. നോക്കിക്കോ, എന്താ ചെയ്യേണ്ടത്? ടോട്ടൽ ഉള്ളത് 7.5 കിലോഗ്രാം. എത്രയാണ് നമുക്ക് പാക്കറ്റ് ആക്കേണ്ടത്? 0.25. ഇത് ചെയ്താലല്ലേ നമുക്ക് ടോട്ടൽ വാല്യൂ കിട്ടുക. അപ്പോൾ വളരെ സിമ്പിളാണ്. ഞാൻ ഡിവൈഡ് ചെയ്യാണ്, പോയിന്റ് ഒഴിവാക്കി ഡിവൈഡ് ചെയ്യുന്നു. 75/25 അല്ലേ? 75/25 എത്ര കിട്ടുക? 3 25 75. വാല്യൂ ഈസ് 0. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാം, ശ്രദ്ധിച്ചോ, ഞാൻ വാല്യൂ എടുത്ത് എഴുതി. എത്ര ആൻസർ? 3 ആണ് ആൻസർ. എങ്കിലാ നോക്കാണ്, മുകളിൽ എത്ര പോയിന്റ് ഉണ്ട്? മുകളിൽ 1 പോയിന്റ് ആണുള്ളത്. താഴെ എത്ര പോയിന്റ് ഉണ്ട്? താഴെ 2 പോയിന്റ് ആണുള്ളത്. അപ്പോൾ ഞാൻ ഡിവൈഡ് ചെയ്ത് നോക്കാണ്, 1 - 2 = -1 എന്ന് കിട്ടി. മൈനസ് എത്ര വന്നോ അത്ര 0 ഇട്ട് കൊടുക്കണം. -1 വന്നാൽ 1 0 ഇട്ട് കൊടുക്കണം. സോ ദ ആൻസർ വിൽ ബി 30. ഇങ്ങനെയാണ് ഡെസിമൽസിനെ ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ഈസി ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് ചോദ്യങ്ങൾ എന്തുണ്ടാവും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇത്തരം ട്രിക്കുകളിലൂടെയാണ് നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിൽ എന്ത് ചെയ്യാൻ പറ്റുന്നത്? സമയം സേവ് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾക്ക് ശരിയായ കോൺസെപ്റ്റ് ഇതല്ല, ബട്ട് കോമ്പറ്റേറ്റീവ് എക്സാമാണ്, മത്സര പരീക്ഷയാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അതിൽ ഇത്തരത്തിലൂടെയുള്ള ഒരുപാട് ട്രിക്കുകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഉത്തരം കണ്ടെത്താം. അപ്പോൾ എന്ത് ചെയ്യാം? നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം.